സംസ്ഥാനത്തെ സ്കൂളുകളിലെ സമയക്രമത്തിൽ പുനഃക്രമീകരണം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അത് സംബന്ധിച്ചിട്ടുള്ള പുതിയ ടൈം ടേബിളൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയത്. പുതിയ ക്രമീകരണം നോക്കുകയാണെങ്കിൽ രാവിലെ 9:45 തൊട്ട് വൈകിട്ട് 4:15 വരെയായിരിക്കും ഇനി മുതലുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ടാവുക. പക്ഷേ അങ്ങനെ പറയുമ്പോഴും മതപഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ പുനഃക്രമീകരണം സമയത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ മതപഠനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം സമസ്തയൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയോട് തന്നെ സമസ്ത പ്രസിഡന്റ് ഈ ഒരു വിഷയം സൂചിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് ഇത്തരത്തിലുള്ള എതിർപ്പുകളൊന്നും നിലവിൽ തന്നോട് ആരും പറഞ്ഞിട്ടില്ല, പരാതി ലഭിച്ചിട്ടില്ല. അങ്ങനെ പരാതി ലഭിക്കുകയാണെങ്കിൽ ചർച്ച ചെയ്ത് കൂടുതൽ തുടർ തീരുമാനത്തിലേക്ക് പോകും എന്ന് തന്നെയാണ്. ദാവൂദ് സാർ, ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക്, മാറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എതിർപ്പുയരുകയാണെങ്കിൽ ചർച്ച നടക്കാമെന്നാണോ കരുതേണ്ടത്? അല്ല, ചർച്ച നടത്തിയിട്ടല്ലേ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയിരുന്നത്? അത് കുറച്ച് സങ്കീർണമായിട്ടുള്ള ഇതിൻ്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴേ അത് നമുക്കതിലേക്ക് എത്താൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയത്താണ് ഖാദർ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ പ്രാഥമിക 12ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ആയിരുന്നപ്പോൾ. അപ്പോൾ ഖാദർ കമ്മിറ്റി 2 പാർട്ടായിട്ട് അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് സർക്കാരിന്. അതിൽ ഒന്നാമത്തെ ഭാഗം ഇതിന് ഘടനാ മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. അത് BHSE, ഹയർ സെക്കൻഡറി, ഈ പൊതുവിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ പല ഘടനയിൽ നിൽക്കുന്ന എല്ലാം ഒരു ഇതിൽ കൊണ്ടുവരിക. അതേമാതിരി ഈ LP, UP, ഹൈസ്കൂൾ എന്നൊക്കെ പറയുന്ന UP എന്ന് പറയുമ്പോൾ 8ാം ക്ലാസ് വരെയാണ്. ഹൈസ്കൂൾ എന്ന് പറയുന്നത് 9 മുതൽ തുടങ്ങുന്ന ഇങ്ങനെയൊക്കെയുള്ള ചില ഘടനാ മാറ്റങ്ങളാണ്. രണ്ടാമത്തെ പാർട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അതിനകത്ത് സ്കൂൾ പഠന സമയമാറ്റം നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് പിന്നെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ്. അതിൽ സമയമാറ്റം നിർദ്ദേശിക്കുന്നത് പറയുമ്പോൾ കുറച്ചുകൂടി നേരത്തെ തുടങ്ങണം. കാരണം കുറച്ച് ഫ്രഷായിട്ട് 10 മണിക്ക് തുടങ്ങുന്നത് 9 മണിക്ക് തുടങ്ങുക. പഠിക്കാനുള്ള 4 മണിക്ക് വിടുന്നതിന് പകരം കുറച്ചുകൂടി നേരത്തെ വിടുക. അപ്പോൾ ഫ്രഷായിട്ട് പഠിക്കാൻ പറ്റും, പിന്നെ കുറച്ചുകൂടി നേരത്തെ കുട്ടികൾക്ക് പോകാൻ പറ്റും. ഇങ്ങനെ സമയമാറ്റം രണ്ടാമത്തെ ഇതിനകത്ത് നിർദ്ദേശിക്കുന്നുണ്ട്. ഒരു വശത്ത് ഇത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെയാണ് പിന്നെ 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്, കൃത്യം സമയം എനിക്ക് ഓർമ്മയില്ല, എറണാകുളത്തുള്ള ഒരു അൺഎയ്ഡഡ് സ്കൂള് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. അവർ ഹൈക്കോടതിയെ സമീപിച്ച് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ പിന്നെ റൈറ്റ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിനെ ഗവേൺ ചെയ്യുന്ന ഒരുപാട് ചട്ടങ്ങളും നിയമങ്ങളും ആക്ടുകളും നമുക്കുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് കേന്ദ്രത്തിൻ്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, പിന്നെ നമ്മുടെ KER ഉണ്ട്. അപ്പോൾ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൽ ഒരു LP സ്കൂൾ വിദ്യാർത്ഥി 800 ലേണിംഗ് അവേഴ്സ് ഒരു വർഷം 800 ലേണിംഗ് അവേഴ്സ് പഠിപ്പിച്ചിരിക്കണം എന്നാണ് പറയുന്നത് LP സ്കൂൾ വിദ്യാർത്ഥി. പിന്നെ UP സ്കൂൾ വിദ്യാർത്ഥി 1000 ലേണിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കണം. ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് 1100 ലേണിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കണം. ഇത് കേരളത്തിൽ പാലിക്കപ്പെടുന്നില്ല. അപ്പോൾ അത് പാലിക്കാൻ സർക്കാർ നിഷ്കർഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു. എറണാകുളത്തുള്ളൊരു സ്കൂളാണ്, അത്രയൊന്നും അറിയപ്പെട്ട സ്കൂളൊന്നുമില്ല. അവരുടെ മോട്ടീവ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് വേറെ ചില കൺസ്പിറസി തിയറീസൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനൊരു ഹർജി ഹൈക്കോടതിക്ക് മുമ്പാകെ വരുന്നു. ഹൈക്കോടതി സർക്കാർ നോട്ടീസ് അയക്കുന്നു. സർക്കാർ അത് പഠിച്ച്, പിന്നെ കഴിഞ്ഞ വർഷമാണ് സംഭവം കേട്ടോ, അത് പഠിച്ച് ഞങ്ങൾ ഒരു ഇത് തരാം എന്ന് ഹൈക്കോടതി അറിയിക്കുന്നു. അങ്ങനെ ആണ് സർക്കാർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ QIP, ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം, അതിനുവേണ്ടിയുള്ളൊരു മേൽനോട്ട സമിതിയുണ്ട്. ഈ QIP ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒരു ഗവേണിംഗ് ബോർഡ്. അതിൽ അധ്യാപക സംഘടനാ പ്രതിനിധികൾ, വിദ്യാഭ്യാസ സംഘടനാ പ്രതിനിധികൾ, അക്കാഡമിക് രക്ഷിതാക്കളുടെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പിന്നെ അതിൻ്റെ ചർച്ചയിൽ വന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ശനിയാഴ്ചകൾ കൂടെ എടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ ലേണിംഗ് അവേഴ്സ് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ശനിയാഴ്ച എടുക്കുന്നതിനെ കുറിച്ചിട്ടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നു. എനിവേ ഈ 6th വർക്കിംഗ് ഡേ സാറ്റർഡേ അല്ലാത്ത സാറ്റർഡേയ്സ് ഉണ്ടാവും. ഐ മീൻ ആ ഒരു വീക്കിലൊരു അവധി ദിവസം വരികയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ വീക്കിലെ സാറ്റർഡേ എന്ന് വെച്ചാൽ 6th വർക്കിംഗ് ഡേ അല്ലാത്ത സാറ്റർഡേയ്സ് എടുക്കാം എന്നുള്ള ഒരു നിർദ്ദേശമാണ് QIPയുടെ ഭാഗത്തു നിന്ന് പോകുന്നത്. പക്ഷേ ഈ അക്കാഡമിക് കലണ്ടർ, സ്കൂൾ കലണ്ടർ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 25 സാറ്റർഡേയ്സ് വർക്കിംഗ് ഡേയ്സ് ആയിട്ട് മാറി. കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് കലണ്ടർ, സ്കൂൾ കലണ്ടർ വന്നപ്പോൾ 25 സാറ്റർഡേയ്സ് എന്താണ് വർക്കിംഗ് ഡേയ്സാണ്. അപ്പോൾ പിന്നെ ഈ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടന, മുസ്ലിം ലീഗിൻ്റെ അധ്യാപക സംഘടന, പിന്നെ ഒരു രക്ഷിതാവ് ഹൈക്കോടതിയെ സമീപിച്ചു. ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഈ
അത് ഭാരമാണ്, വിദ്യാർത്ഥികൾക്ക് ഭാരമാണ്. പിന്നെ അധ്യാപകർ എന്ന് വെച്ചാൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സാറ്റർഡേ എന്ന് പറയുന്നത് ഒരു പ്രിപ്പയറിങ് ടൈമാണ്. അടുത്ത 5 ദിവസം പഠിപ്പിക്കാനുള്ള പ്രിപ്പറേഷന് വേണ്ടിയുള്ള സമയം നിഷേധിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെന്ത് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് ഏതെങ്കിലും ജസ്റ്റിസ് മുഷ്താഖാണ് ആ കേസ് കേൾക്കുന്നത്. ഹർജിക്കാർക്ക് അനുകൂലമായിട്ടാണ് വിധി വരുന്നത്. അത് ആ വിധി പ്രസ്താവത്തിൽ ഒരു വാചകമുണ്ട്, പിന്നെ കുട്ടികളുടെ ലോകം സ്കൂൾ മാത്രമല്ല എന്ന വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട്. അവർ നാടും വീടും കൂട്ടുകുടുംബങ്ങളും ഒക്കെ അവരുടെ ലോകമാണ്, ആ ലോകം അവർക്ക് പരിമിതപ്പെടുത്തരുത് എന്ന് ഈ വിധിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ അക്കാഡമിക് കലണ്ടർ റദ്ദ് ചെയ്തു കോടതി, ഹൈക്കോടതി ആ കലണ്ടർ റദ്ദ് ചെയ്തു. കഴിഞ്ഞ അക്കാഡമിക് ഇയർ കേരളത്തിൽ നടന്നു പോയത് ഈ കലണ്ടർ ഇല്ലാതെയാണ്. ഇതൊന്നും ആരും SFI ഭരണപക്ഷത്തായതുകൊണ്ടായിരിക്കും ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല, ആരും DD ഓഫീസിലേക്ക് മാർച്ച് നടത്താറില്ല, അറിയാറില്ല. അക്കാഡമിക് കലണ്ടർ ഇല്ലാതെയാണ് കഴിഞ്ഞ അധ്യയന വർഷം പോയത്. അങ്ങനെ പോയി. അതിങ്ങനെ പക്ഷേ ഈ ടീമുണ്ടല്ലോ, എറണാകുളത്തെ ഈ സ്കൂളുകാർ, അവർ എഗൻ കോടതിയിൽ പോയി. കാരണം ഇവരിതൊന്നും നടപ്പിലാക്കുന്നില്ല, കോടതി അലക്ഷ്യ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് അവർ എഗൻ ഹൈക്കോടതിയിൽ പോയി. അപ്പോൾ കോടതി അത് സീരിയസ് ആയി എടുത്തു. കോടതി പറഞ്ഞു പ്രിൻസിപ്പൽ സെക്രട്ടറി നേരിട്ട് ഇവിടെ വന്ന് വിശദീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹം വളരെ വൈകിയാണ് മന്ത്രി ശിവൻകുട്ടി ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത്. അങ്ങനെ QIP വീണ്ടും വിളിക്കുകയാണ്. QIP വിളിച്ചതിൻ്റെ തമാശയുണ്ട്. QIP വിളിക്കുന്നത് നാളെ രാവിലെ 10 മണിക്ക് നടക്കുന്ന യോഗത്തിൻ്റെ അറിയിപ്പ് ഇന്ന് രാത്രി 10 മണിക്കാണ് പോകുന്നത്. നാളെ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ അറിയിപ്പ് തൊട്ട് തലേ ദിവസം ആണ് പോകുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇത്രയും ഷോർട്ട് നോട്ടീസ് മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഈ പ്രതിപക്ഷ അധ്യാപക സംഘടനാ പ്രതിനിധികളാരും ഓൺലൈനിൽ പങ്കെടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഫിസിക്കലി ഇല്ലാതെ ഞങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ല, ഇത്രയും ഷോർട്ട് നോട്ടീസിൽ മീറ്റിംഗ് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രതിപക്ഷ അധ്യാപക സംഘടനകളൊന്നും അതിൽ പങ്കെടുത്തില്ല. എനിവേ അതിനകത്ത് ഉണ്ടായ ധാരണ അത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് 5 or 6 സാറ്റർഡേയ്സ് എക്സ്ട്രാ എടുക്കുക, ഈ പറയുന്ന 6th വർക്കിംഗ് ഡേ ആയിട്ട് വരാത്ത വീക്കിൽ ഉള്ള സാറ്റർഡേയ്സ് എടുക്കുക. അതേമാതിരി ഹൈസ്കൂളിൽ അരമണിക്കൂർ എക്സ്ട്രാ എടുക്കുക. ഇതൊന്നും LPയിലും UPയിലും പ്രശ്നമില്ല, ഓൾറെഡി തന്നെ ഇത് കവർ ചെയ്യുന്നുണ്ട്. UPയിൽ എന്തോ രണ്ട് സാറ്റർഡേ എടുത്താൽ മതി, LPയിൽ ഓൾറെഡി കവർ ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന റൈറ്റ് ടു എഡ്യൂക്കേഷനിൽ നിഷ്കർഷിച്ചിരിക്കുന്ന ലേണിംഗ് അവേഴ്സ് കവർ ചെയ്യുന്നുണ്ട്. ഹൈസ്കൂളിൽ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ അതോടെ എന്ത് ചെയ്യുക, എനിക്ക് 6 സാറ്റർഡേയ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ. 6 സാറ്റർഡേയ്സും പിന്നെ ഈ പറഞ്ഞ മാതിരി 15 മിനിറ്റ് രാവിലെ എക്സ്ട്രാ എടുക്കുന്നു, 15 മിനിറ്റ് അപ്പുറത്ത് എക്സ്ട്രാ എടുക്കുന്നു. അങ്ങനെ ഒരു പാക്കേജാണ് ഉണ്ടാക്കി. അതാണിപ്പോൾ കഴിഞ്ഞ ദിവസം അക്കാഡമിക് കലണ്ടറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് അത് മാത്രമല്ല, അതിൽ വെള്ളിയാഴ്ചകളിൽ ഇതിലൊരു റിലാക്സേഷൻ, വെള്ളിയാഴ്ച മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകാനുള്ള സൗകര്യം, റൈറ്റ് ഈ നിയമവും ചട്ടങ്ങളും നിഷ്കർഷിക്കുന്ന സമയം പാലിച്ചുകൊണ്ടുള്ള മാക്സിമം പോസിബിൾ ആയിട്ടുള്ളൊരു കലണ്ടറായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ തിടുക്കം യോഗം വിളിച്ച രീതി അതിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ സാധ്യമാകുന്ന ഏറ്റവും മികച്ചൊരു കലണ്ടറായിട്ടാണ് എനിക്കത് തോന്നുന്നത്. അത് മാറ്റണം, അത് ശരിയല്ല, അത് ഞങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസത്തെ ബാധിക്കും. അതുകൊണ്ടത് മാറ്റണമെന്നാവശ്യപ്പെടുന്നത് ശരിയായൊരു നിലപാടല്ല. കാരണം നോക്കൂ, ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്താണ്? ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻ്റാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുക. അതിൽ അക്കാഡമിക്കായിട്ട് വേറെ അഭിപ്രായം ഉണ്ടാകട്ടെ. പേഴ്സണലി ഞാൻ ഇങ്ങനെ പഠന സമയം കൂട്ടിയത് കൊണ്ട് അത് ക്വാളിറ്റി മെച്ചപ്പെടും എന്ന അഭിപ്രായമുള്ള ആളല്ല. പഠന സമയം നിങ്ങൾ എത്ര കുറക്കുന്നോ അതിനനുസരിച്ച് ക്വാളിറ്റി കൂടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഉച്ചവരെ മതി എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ഉച്ചവരെ മതി സ്കൂളുകൾ, ബാക്കി കുറച്ച് സമയം അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് ഈ ലേണിംഗ് അവേഴ്സ് വർദ്ധിപ്പിച്ചത് കൊണ്ട് പഠന നിലവാരം മെച്ചപ്പെടും എന്ന അഭിപ്രായത്തോട് തരിമ്പ് യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ. അപ്പോൾ പക്ഷെ നമ്മുടെ ഒരു എക്സ്പെർട്ട് വിദ്യാഭ്യാസ വിചക്ഷണർ, പെഡഗോഗിയുടെയൊക്കെ മാസ്റ്റേഴ്സൊക്കെ ആളുകളായിരിക്കും. അതൊരു ഒരു പൊസിഷനാണ് അവരെടുത്തിരിക്കുന്ന ഔദ്യോഗികമായ തീരുമാനമാണ്. നമുക്ക് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ഭാഗമായിട്ട് എന്ന് മാത്രം നമ്മളെ നിയമം ഇങ്ങനെയൊക്കെ നിഷ്കർഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെയാണ് ഇതിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യേണ്ടത് എന്ന ഒരു തീരുമാനത്തിലെത്തുമ്പോൾ ഒരു പ്രത്യേക വിഭാഗം അത് ഞങ്ങളുടെ മതപഠനത്തെ ബാധിക്കും എന്നൊരു നിലപാട് സ്വീകരിച്ച് അതിനെ എതിർക്കുന്നത് ശരിയല്ല. കാരണം എല്ലാവരും പഠിക്കുന്നതല്ലേ സ്കൂളുകളിൽ. പിന്നെ അത് മാത്രമല്ല,
മദ്രസ പഠനത്തെ വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നില്ല. കാരണം ഇത് ഹൈസ്കൂളിൽ മാത്രമാണ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ സെക്കൻഡറി മദ്രസകൾ പഠിക്കുന്നവർക്ക് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യുക? അവരുടെ സമയക്രമത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. അതല്ലേ ശരിയായ നിലപാട്. അപ്പം അനാവശ്യമായ ഒരു വിവാദത്തിനാണ് ഈ ഒരു ഡിമാൻഡ് വഴിവെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഒരു ഇസ്ലാമോഫോബിക്കായുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ മുസ്ലിങ്ങളെ ഭയങ്കര പ്രീണിപ്പിക്കുന്നു, മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന ഒരു വ്യാജമായ പ്രചാരണം വലിയ തോതിൽ നടക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള ഒരു ചെറിയ സ്റ്റെപ്പ്, അതിനെ തങ്ങളുടെ മതപഠനത്തിൻ്റെ പേര് പറഞ്ഞ് അതിനെ എതിർക്കുന്നത് ശരിയായ നിലപാടല്ല. നിഷാദ്, ഈ പുതിയ മാറ്റങ്ങളെയും എതിർപ്പുകളെയും എങ്ങനെയാണ് കാണുന്നത്? മാറ്റങ്ങളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ എനിക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. നേരത്തെ ദാവൂദ് പറഞ്ഞ ഒരു പോയിന്റിനോട് യോജിക്കുന്ന ആളാണ് ഞാൻ. പരമാവധി സ്കൂൾ ടൈം എങ്ങനെ കുറയ്ക്കാൻ, പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ സ്കൂൾ ടൈം പരമാവധി കുറയ്ക്കണമെന്നാണ്. മൈത്രേനൊക്കെ പറയുന്നത് ആളുകളെ പിടിച്ചിരുത്തി പഠിപ്പിക്കാൻ, കുട്ടികൾ അവരുടെ വികാസം പ്രാപിക്കേണ്ടത് പലതരത്തിലാണെന്നിരിക്കുക. നമ്മൾ സ്കൂളിൽ ഒരു പ്രത്യേക അച്ചടക്കം പഠിപ്പിക്കുകയും പിടിച്ചിരുത്തുകയും അതിൻ്റെ സമയം കൂട്ടുകയും ചെയ്യുന്നത് ഗുണപരമാണോ ഇല്ലെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു കോമൺ മാൻ എന്ന എനിക്ക് പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ സർക്കാർ കൊണ്ടുവരുന്ന ഒരു പൊതുവായ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ, സൗകര്യങ്ങൾ എന്നിവയെ മുൻനിർത്തിക്കൊണ്ട് ഒരു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് പ്രഷർ ചെയ്യുന്ന സമീപനം എന്തുമാത്രം ശരിയാണെന്നാലും ആലോചിക്കേണ്ട കാര്യമാണ്. ഇതൊന്നാമത് നിങ്ങളുടെ മദ്രസ പഠനം ഇവിടെ വേണ്ട എന്നാലും പറഞ്ഞിട്ടില്ല. മദ്രസ പഠനത്തെ സീരിയസ് ആയി ബാധിക്കുന്ന തരത്തിൽ അവർക്ക് കുട്ടികൾക്ക് ഒരുപാട് നേരത്തെ ആക്കിയിട്ടില്ല. വളരെ ഒരു 15 മിനിറ്റ് സമയം മാത്രം നേരത്തെ എടുക്കുന്നു, 15 മിനിറ്റ് മാത്രമേ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് നമ്മുടെ മതസ്വാതന്ത്ര്യത്തെ, മതപഠന സ്വാതന്ത്ര്യത്തെ ആകെ ബാധിക്കുന്നതിലേക്ക് വലുതാക്കുന്നത് ശരിയാണോ എന്ന് എല്ലാവരും ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഇത്തരം സംഗതികൾ ഉന്നയിക്കുക, അത് ആ പരിപാടി വെള്ളിയാഴ്ചയായി പോയാൽ ഞങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്, മറ്റേത് ഈ സമയത്താണ്, അത് ഞങ്ങൾക്ക് മാറ്റിവെക്കണം പോലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ആ ബഹുസ്വര സമൂഹത്തിൽ മതങ്ങളുടെ താല്പര്യങ്ങളെ എല്ലായ്പ്പോഴും പരിഗണിച്ചുകൊണ്ട്, മതങ്ങളുടെ താല്പര്യം പരിഗണിക്കുന്ന ഒരു വലിയ തെറ്റൊന്നുമല്ല. കാരണം എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഡെമോക്രസി. അല്ലാതെ ഇപ്പോൾ കുറേ ആൾക്കാർ പറയും, ഇപ്പോൾ ഇവർ ഈ ആവശ്യം ഉന്നയിക്കുന്നത് ശരിയല്ല, അതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ഞാൻ പറയുക. അതൊരു മഹാ അപരാധമാണ് എന്നല്ല എനിക്കില്ല. കാരണം നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്ത് എല്ലാവർക്കും സ്പേസ് ഉണ്ടാവണം. ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുന്നത്, ഇന്ത്യൻ മതേതരത്വം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മതരഹിതമായ ഒരു മതേതരത്വം എന്നുള്ളതല്ല. എല്ലാ മതങ്ങൾക്കും സ്പേസ് ഉള്ള ഒരു നാടിനെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അല്ല മതങ്ങളില്ലാത്ത ഒരു മതരഹിതമായ ഡെമോക്രസി അല്ല നമ്മുടേത്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഡിമാൻഡ്സ്, പഠിക്കുന്ന സ്കൂളിൽ പഠിത്തം മാത്രം മതി, വേറൊന്നും വേണ്ട. അങ്ങനെയാണ് രാഷ്ട്രീയം പാടുള്ളൂ. അല്ല, സ്കൂളിനകത്ത് പലതരം ആക്ടിവിറ്റീസ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്, ചിലപ്പം നമ്മൾ മതവും റിലീജിയസ് സ്റ്റഡീസ് മറ്റ് എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മതത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നത് ഒരു മഹാ അപരാധം എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. എല്ലാത്തിനും സ്പേസ് ഉള്ള ഒരു സിസ്റ്റമാണ് നമ്മുടേത്. പക്ഷേ അതെന്തുമാത്രം നമ്മുടെ പൊതുവായ ധാരയെ ഡിസ്റ്റേബ് ചെയ്യും, എല്ലാവരുടെയും റൈറ്റിനെ അതെങ്ങനെ ബാധിക്കും, പുതുതായി കൊണ്ടുവരുന്ന മാറ്റങ്ങൾക്ക് നമ്മളെപ്പോഴും തടസ്സമായി നിൽക്കുന്നുണ്ടെന്ന് ആലോചിക്കുകയും നമ്മൾ കൂടി വഴിപ്പെടുക. എല്ലാവരും ഫ്ലെക്സിബിളാകും. ഗവൺമെൻറ് ഫ്ലെക്സിബിളാണെന്ന് പ്രഖ്യാപിച്ചില്ലേ, ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ട്. സോ നമ്മളും കുറച്ച് ബുദ്ധിമുട്ട്, ഗവൺമെൻറ് അതിനുവേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കുമ്പോൾ നമ്മളും എഫേർട്ട് എടുക്കുക. മദ്രസയുടെ കാര്യത്തിൽ ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രം പഠിപ്പിക്കും. വളരെ കുറച്ച് സമയം മാത്രമാണ് ഓരോ ദിവസവും ക്ലാസ് ഉള്ളത്. സ്കൂൾ അതിൽ കൂടുതലുണ്ട്. സ്കൂൾ എല്ലാവരെയും പരിഗണിക്കേണ്ടി വരും. അത് കുറച്ചുകൂടി വലിയ സിസ്റ്റമാണ്. മദ്രസ അത്രയും വലിയ സിസ്റ്റമല്ല, കുറച്ച് ചെറിയ സിസ്റ്റമാണ്. അതിന് ഫ്ലെക്സിബിൾ ആവാൻ കുറച്ചുകൂടി എളുപ്പവുമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവുകയും നമ്മുടെ പുതിയ കാലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ സംവിധാനങ്ങളെല്ലാം പുതിയ തലത്തിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, എല്ലാവർക്കും അതിനോട് യോജിക്കാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. അതിൻ്റെ പേരിലൊരു തർക്കവിതർക്കം, അതേ ചൊല്ലിയുള്ള പലതരം ആക്ഷേപങ്ങൾ, സിദ്ധാന്തങ്ങൾ, അതൊക്കെ ഇല്ലാതിരിക്കട്ടെ. എല്ലാവർക്കും പരസ്പരം മനസ്സിലായി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു.